എൻ്റെ ഒരു ജേർണിയിൽ ലീഡിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഞാനായിട്ട് പറയണ്ട മോസ്റ്റ്ലി ഇവിടെ ഉള്ള ഏകദേശം എല്ലാ ആൾക്കാർക്കും അറിയാം. കാരണം ഞാൻ 2021 മുതൽ ലീഡിൽ ഉണ്ട്. 21-22 ഞാൻ പ്രൈം സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നീട് കുറച്ച് നാൾ ഇവിടെ കണ്ടന്റിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ PhDക്ക് ജോയിൻ ചെയ്തത്. ഇവൻ PhDക്ക് ജോയിൻ ചെയ്തപ്പോഴാണെങ്കിലും ഞാൻ ജോലി ചെയ്യുന്ന ഇവിടെ സെക്രട്ടറിയിൽ ജോയിൻ ചെയ്തപ്പോഴാണെങ്കിലും എല്ലാ വൈകുന്നേരങ്ങളിലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. മോസ്റ്റ്ലി ഈ ഭാഗത്ത് തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ 21-ൽ 22-ൽ എക്സാം എഴുതുമ്പോഴും 23-ൽ എക്സാം എഴുതുമ്പോഴും ഇവിടെ തന്നെയാണ് ടെസ്റ്റ് സീരീസ് എടുത്തിരുന്നത് UPSCയുടെ. അത് കഴിഞ്ഞിട്ട് എന്നോട് ചർച്ചാറാണ് പറഞ്ഞത്, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ കൂടെ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് കാര്യമില്ല, ഒരു ഡെഡിക്കേറ്റഡ് ആയി 1 ഇയർ നിന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു അപ്രോച്ച് 1 ഇയർ നിന്നു, അതിനുവേണ്ടി കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്തു, ബാക്കി എല്ലാ കാര്യങ്ങളും കട്ട് ഓഫ് ചെയ്തു. അതിന് ഭയങ്കര റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. രണ്ടിലും ഇന്റർവ്യൂ വരെ എത്താൻ പറ്റി. ഇപ്പോൾ KS സെക്കൻഡ് റാങ്ക് വരാൻ പറ്റി. അൻഡു സാർ എപ്പോഴും പറയുന്നത് ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം ലേണിങ്ങിന് വേണ്ടിയിട്ട് റാദർ ദാൻ ഞാൻ ഒറ്റയ്ക്ക് ശ്രമിക്കുന്നതിനേക്കാൾ ഒരു ഇൻഡിവിജ്വൽ സക്സസ് എന്നുള്ളതിനേക്കാൾ ഇതൊരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു സക്സസ് ആയിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അത് സാർ പറയുന്ന പോലെ നമുക്ക് അറിയാവുന്ന നോളജിൽ നിന്നും പോയിന്റ് മാക്സിമം എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് KSന്റെ 3 പേപ്പർ എഴുതിയിട്ടുള്ളത്. ടോട്ടലി എൻ്റെ സക്സസ്സിൽ ലീഡിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഞാൻ ഇവിടെ തന്നെയാണ് കൊടുക്കുക. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന രീതി അല്ലെങ്കിൽ ഡിഗ്രി വരെ ചെയ്തുകൊണ്ടിരുന്ന രീതി ഉള്ള അപ്രോച്ചിൽ നിന്ന് ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ലേണിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്ന ഫുൾ എൻ്റയർ വ്യൂ പോയിന്റ് മാറ്റുന്നതിൽ ലീഡിനുള്ള പങ്ക് വളരെ വലുതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. Lead IAS, #1 IAS Academy in Kerala.